വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ഡെയ്സിയോട് ഇവിടെ നിൽക്കാനായിട്ട് പറ്റില്ല എന്നൊക്കെ ശിവൻ പറഞ്ഞിട്ടും പക്ഷേ ഡെയ്സി കേൾക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല. അന്നേരം നമുക്കിവിടെ എങ്ങോട്ട് കൂടാം, എൻ്റെ ഭർത്താവിനിവിടെ കഴിയാമെങ്കിൽ എനിക്കും കഴിയാം, നമുക്കിവിടെ ഭക്ഷണമൊക്കെ വെച്ച് കഴിച്ച് ഇവിടെ എങ്ങ് കൂടാമെന്ന് പറയുകയാണ്. അന്നേരം അതിനൊക്കെ സമയമൊന്നും ആയില്ല, സമയമാവട്ടെ അപ്പോൾ ഞാൻ പറയാമെന്ന് പറയുന്നുണ്ട്. അന്നേരം എനിക്കിവിടെ നിന്നാൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഓരോ ദിവസമായിട്ട് പ്രശ്നങ്ങൾ ഓരോന്നായിട്ട് ഉണ്ടാക്കാതെ ഇങ്ങനെ ഓരോന്ന് ഞാൻ ഒഴിച്ചു വിടാനാണ് നോക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ എപ്പോൾ തുടങ്ങി ഈ സാരോപദേശമൊക്കെ പുതിയ ബന്ധങ്ങളിലേക്ക് ചെന്ന് ചാടിയപ്പോൾ അതൊക്കെ തുടങ്ങിയതായിരിക്കും എന്ന് പറഞ്ഞ് ഡെയ്സി കളിയാക്കുന്നുണ്ട്. അന്നേരം നിന്നോട് പറയാൻ മനസ്സിലാവില്ല, ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഇങ്ങോട്ട് വാടിയെന്നും പറഞ്ഞ് ബലമായിട്ട് ഡെയ്സിയെ പിടിച്ചുകൊണ്ട് പിന്നെ ശിവനാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഇതേസമയം അവിടെ ശാലിനി ആണെങ്കിൽ ഇങ്ങനെ ഒരു സ്വപ്നം കാണുന്നതായിട്ടാണ് കാണിക്കുന്നത്. വിഷ്ണു ആണെങ്കിൽ ഇങ്ങനെ ഓടുന്നു, കുറേ പേര് വിഷ്ണുവിനെ തിരിഞ്ഞു നോക്കി വിഷ്ണു ഇങ്ങനെ ഓടുകയാണ്. അതിനുശേഷം വിഷ്ണു ആണെങ്കിൽ ഒരു റോഡിൽ ഇങ്ങനെ വീണ് ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു ബോധം ഇല്ലാത്ത പോലെ ഇങ്ങനെ വിഷ്ണു ഇങ്ങനെ തറയിൽ ഇങ്ങനെ ബോധമറ്റ് ഇങ്ങനെ കിടക്കുന്ന ഒരു സീനും കാണിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു ഏട്ടാന്ന് വിളിച്ചുകൊണ്ട് ശാലിനി പെട്ടെന്ന് അങ്ങോട്ട് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുകയാണ്. അന്നേരം സത്യയും പപ്പിയും ഒക്കെ ഉണരുന്നുണ്ട്. ശാലിനി പെട്ടെന്ന് എണീച്ചിട്ട് ലൈറ്റിട്ട് ജഗ്ഗിലെ വെള്ളം ജഗ്ഗോടുകൂടി ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് കുടിക്കുകയാണ്. അന്നേരം എന്താ അമ്മ എന്താ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു, പിന്നെ അച്ഛൻ്റെ പേര് എന്തിനാ വിളിച്ച് കരഞ്ഞതെന്നൊക്കെ ഇങ്ങനെ സത്യ ചോദിക്കുന്നുണ്ട്. പപ്പിയൊന്നും മിണ്ടാതെ കട്ടിൽ എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുകയാണ്. അന്നേരം വിഷ്ണുവേട്ടൻ ഒരു അപകടത്തിൽപ്പെടുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അങ്ങനെ എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടതുകൊണ്ടാണോ അച്ഛൻ വരാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അങ്ങനെയൊന്നും ആയിരിക്കില്ല, അച്ഛൻ വരും എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം നിങ്ങൾ കിടക്ക് എന്നിങ്ങനെ പറയുമ്പോൾ പപ്പി സത്യ കിടക്കാനായിട്ട് പോകുന്നുണ്ട്. പക്ഷേ പപ്പി അങ്ങോട്ടിരുന്ന് കരയുകയാണ്. അന്നേരം എന്തിനാ മോളെ എന്തിനാ കരയാൻ ചോദിക്കുമ്പോൾ എനിക്ക് അച്ഛനെ കാണണം, ഇപ്പം കാണണമെന്ന് പറയുകയാണ്. അന്നേരം അച്ഛൻ പിന്നെ വരും, നമ്മളെല്ലാവരും അന്വേഷിക്കുകയല്ലേ, വരും എന്ന് പറയുന്നുണ്ട്. അന്നേരവും ഇല്ല എനിക്ക് കാണണമെന്നും പറഞ്ഞ് പപ്പി ആകെ വാശി പിടിക്കുകയാണ്. അന്നേരം സത്യ പറയുന്നുണ്ട്, അമ്മ പറയുന്നത് കേക്ക് പപ്പി, അച്ഛനില്ലാതെ എങ്ങനെയാണ് അച്ഛനെ കാണിച്ചു തരിക, അങ്ങോട്ട് കിടക്ക് എന്ന് പറയുകയാണ്. അന്നേരം ഇല്ല എനിക്ക് കാണണമെന്നും പറഞ്ഞിട്ട് ഈ പപ്പിയുടെ വാശി കണ്ടിട്ട് ശാലിനിക്ക് ചെറിയൊരു ദേഷ്യം വരുന്നുണ്ട്. ശാലിനി പറയുകയാണ്, നമ്മളെ കാണണ്ടാത്തതുകൊണ്ടല്ലേ എവിടെയോ പോയി നിൽക്കുന്നത്, അങ്ങനെ നമ്മളെ കാണണമെന്നുണ്ടായിരുന്നെങ്കിൽ ഇങ്ങോട്ട് വരുമായിരുന്നല്ലോ, എനിക്കുണ്ട് സങ്കടങ്ങൾ, എൻ്റെ സങ്കടങ്ങളൊക്കെ ഞാൻ ആരോടാ പറയുക, അതുകൊണ്ട് വരുമ്പോൾ വരട്ടെ, ഇനി ഇവിടെ ആ പേര് പോലും മിണ്ടരുത് എന്നിങ്ങനെ ശാലിനി പെട്ടെന്നൊരു ദേഷ്യത്തിലങ്ങ് പറയുകയാണ്. അന്നേരം പപ്പി അങ്ങോട്ട് ചാടി എഴുന്നേറ്റ് പറയുകയാണ്, ഈ അമ്മ ചീത്തയാണ്, എൻ്റെ അമ്മയാണെങ്കിൽ ഇങ്ങനെയൊന്നും പറയില്ലായിരുന്നു, ഈ അമ്മ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് പോവുകയാണെന്നും പറഞ്ഞിട്ട് റൂമിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങുകയാണ്. അന്നേരം പപ്പി ഇങ്ങ് വാ ഇവിടെ കിടക്ക്, നീ എവിടെ പോകാൻ ചോദിക്കുമ്പോൾ ഞാൻ സത്യാമ്മയുടെ അടുത്ത് കിടന്നോളാം, ഈ അമ്മ ചീത്ത എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിൽ കരഞ്ഞുകൊണ്ടും വാശിയിലും ഒക്കെ പറഞ്ഞിട്ട് ശാലിനി വിളിക്കുന്ന കൂട്ടാക്കാതെ പപ്പി അങ്ങ് പോകുന്നുണ്ട്. അന്നേരം അമ്മയെ പപ്പി എന്നിങ്ങനെ സത്യ പറയുമ്പം അവൾ സത്യാമ്മയുടെ കൂടെ കിടക്കട്ടെ, ഉറങ്ങുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരാം, മോള് കിടക്ക് എന്ന് പറയുമ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് സത്യ പക്ഷേ ശാലിനിയെ മനസ്സിലാക്കുന്നുണ്ട്. പപ്പിക്കാണെങ്കിൽ ആ ഒരു അച്ഛനാണ് എന്നറിഞ്ഞിട്ട് വിഷ്ണുവിനെ കണ്ടിട്ടുമില്ല, ആ ഒരു സങ്കടം കൊണ്ടാണ് പപ്പി അങ്ങനെ പറയുന്നതൊക്കെ. സത്യയ്ക്കാണെങ്കിൽ പണ്ടേ അച്ഛനെ ഇന്ന് വരും നാളെ വരും എന്നൊക്കെ പറഞ്ഞ് ശാലിനി പറഞ്ഞ് സമാധാനിപ്പിച്ച് പിന്നീട് വിഷ്ണുവിനെയൊക്കെ കണ്ടതല്ലേ, അതുകൊണ്ട് സത്യ ചെറുതായിട്ടൊന്ന് സമാധാനിക്കുന്നുണ്ട്. തുടർന്ന് ശാലിനി ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. അതിനുശേഷം ശിവനാണെങ്കിൽ ഡെയ്സിയും കൊണ്ട് യോഹന്നാൻ്റെ വീട്ടിലെത്തുന്നുണ്ട്. മുറ്റത്ത് നിന്ന് തന്നെയാണ് സംസാരിക്കുന്നത്. മകളെ എങ്ങനെ കയറൂരി വിട്ടിരിക്കുകയാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പനും അമ്മച്ചിയും രണ്ടുപേരും കൂടി അറിഞ്ഞുകൊണ്ടാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം എൽസമ്മ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ എങ്ങനെ കയറൂരി വിട്ടു എന്നാ പറയാൻ ചോദിക്കുമ്പോൾ നിങ്ങളെ വായിൽ നാക്കുണ്ടായിരുന്നോ എന്നിങ്ങനെ പറഞ്ഞ് ശിവൻ കളിയാക്കുന്നുണ്ട്. ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് മകളെ അറിഞ്ഞുകൊണ്ടാണോ നിങ്ങൾ അപ്പനും അമ്മയും കൂടി ചേർന്നാണോ പറഞ്ഞു വിട്ടത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം യോഹന്നാൻ പറയുന്നുണ്ട്, നീ തിളച്ചങ്ങോട്ട് കയറല്ലേ, പിന്നെ ഇവള് അവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിനെന്താണ് തെറ്റ് പറയാനുള്ളത്, പിന്നെ ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യമല്ല, ഇവളെയാണെങ്കിൽ നീ നിയമപരമായിട്ട് കല്യാണം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഏതോ അമ്പലത്തിൽ കൊണ്ടുപോയി നീ താലി ചാർത്തി എന്നല്ലേ പറയുന്നത്, അപ്പോൾ പിന്നെ നിൻ്റെ കാര്യങ്ങളിൽ ഇടപെടാനും നിന്നെ നിയന്ത്രിക്കാനുമുള്ള ഒരു അധികാരം ഇവൾക്കുണ്ട്, പിന്നെ അവൾക്ക് വന്നാൽ എന്താ, എന്ത് വന്നാലും നിങ്ങൾ രണ്ടുപേരും കൂടി ഉണ്ടാക്കിയതാണ് ഈ പ്രശ്നങ്ങൾ എന്നൊക്കെ ഇങ്ങനെ യോഹന്നാൻ സംസാരിക്കുന്നുണ്ട്. അന്നേരം ഡെയ്സിയോട് പിന്നെ ശിവൻ ഇപ്പോൾ എന്തായാലും എനിക്ക് നിന്നെ സ്വീകരിക്കാനാവില്ല ഇവളെ എനിക്ക് സ്വീകരിക്കാനാവില്ല എന്നിങ്ങനെ തീർത്ത് ശിവൻ പറയുന്നുണ്ട്. എന്നിട്ട് ഡെയ്സിയോട് പറയുകയാണ്, ഞാനുമൊത്തൊരു ജീവിതം നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് സാവകാശം തരണം, വിവാഹത്തിലേക്ക് എത്താനുള്ള ഒരു സമയം എന്നിങ്ങനെ പറയുമ്പോൾ നിനക്ക് ഇതുവരെ അങ്ങോട്ട് സമയമായില്ലേ ഇരിക്കുമെന്നും പറഞ്ഞ് യോഹന്നാൻ പറയുന്നുണ്ട്. ഇപ്പോൾ നിൻ്റെ മുന്നിൽ വേറൊരു ജീവിതം ഉണ്ടല്ലോ, അക്കരെ പച്ച പോലെ നിൻ്റെ മുന്നിലുണ്ട്, അപ്പോൾ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരിക്കും നീ അല്ലേ, നിൻ്റെ മുന്നിൽ പുതിയ ബന്ധങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ പണവും പ്രതാപവും ഒക്കെ ഉള്ള ഒരു പെണ്ണിനെ കിട്ടും
കേൾക്കുന്നല്ലോ കളക്ടർ ശാലിനി എന്നുള്ളത്. കൂടെ ബോണസ് എന്ന പോലെ 2 പിള്ളേരെയും കിട്ടുമല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ശിവൻ ആകെ ദേഷ്യപ്പെടുന്നുണ്ട്. പോക്കൃത്തരം പറഞ്ഞുണ്ടാക്കുന്നു എന്ന് ചോദിക്കുകയാണ്. അന്നേരം നിനക്ക് കാണിക്കാമല്ലോ, നീ അങ്ങനത്തെയുള്ള ബന്ധങ്ങളല്ലേ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്നും പറഞ്ഞ് യോഹന്നാൻ വീണ്ടും പറയുമ്പോൾ ശിവനില്ല ആകെ ഇങ്ങനെ തിളച്ച് നിൽക്കുകയാണ്. ശിവൻ ഇങ്ങനെ മുഖമൊക്കെ ഇങ്ങനെയല്ല സിംഹം അലർന്ന പോലെ ഇങ്ങനെ ആ ഒരു ഗർജന എന്ന പോലെ ഇങ്ങനെ അനക്കുമ്പോൾ ചെവിയൊക്കെ ഇങ്ങനെ തുടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അനാവശ്യം പറഞ്ഞുണ്ടാക്കുക, എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷേ ആ സ്ത്രീയെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കരുത് എന്നിങ്ങനെ ശിവൻ പറയുമ്പോൾ ഡെയ്സി ചോദിക്കുകയാണ്, പറഞ്ഞാൽ എന്താണ് കുഴപ്പം? അപ്പോൾ അവളെ പറഞ്ഞപ്പോൾ നിനക്ക് നൊന്തുമല്ലേ? അപ്പോൾ നിനക്ക് വാക്കുകൾ കൊണ്ട് പോലും അവരെ വേദനിപ്പിക്കാനായിട്ട് പറ്റുന്നില്ലല്ലേ? പിന്നെ ഭർത്താവ് നഷ്ടപ്പെട്ട് നിൽക്കുകയല്ലേ, അപ്പോൾ ഒരു ആൺതുണ അവർക്കും വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ പോക്കൃത്തരം പറയുന്നോടി എന്നും പറഞ്ഞിട്ട് ശിവനാണെങ്കിൽ ഡെയ്സിയുടെ കർണം നോക്കി ഒന്ന് പൊട്ടിക്കുകയാണ്. അടികൊണ്ട് ഡെയ്സി ഇങ്ങനെ ശിവനെ നോക്കി നിൽക്കുമ്പോഴും യോഹന്നാൻ ചോദിക്കുന്നുണ്ട്, എൻ്റെ വീട്ടിൽ കയറി വന്ന് എൻ്റെ മോളുടെ ദേഹത്ത് കൈവയ്ക്കുന്നോടാന്നും പറഞ്ഞ് ഇങ്ങനെ അല്ല പ്രമോൽ പറഞ്ഞതുപോലെ ശിവനെ ഇങ്ങനെയായിട്ട് കാരണം നോക്കി അടിക്കാനായിട്ട് വരുമ്പോൾ ശിവൻ ഇങ്ങനെ പുറകോട്ടങ്ങ് മാറുകയാണ് ചെയ്യുന്നത്. യോഹന്നാൻ ചെന്ന തറയിൽ ഇൻ്റർലോക്കിലേക്ക് ഇങ്ങനെ കൈ കുത്തി വീഴുന്നുണ്ട്. അയ്യോ എൻ്റെ കൈ എന്നും പറഞ്ഞിട്ട് അവിടെ കിടന്ന് യോഹന്നാൻ വിളിക്കുകയാണ്. ഒരു സമയം ഡെയ്സിയും കൂടി അപ്പം ചായ എന്നും പറഞ്ഞ് ചെന്നൊക്കെ പിടിച്ചെണീക്കാൻ ശ്രമിക്കുക. ആ കൈ നന്നായിട്ട് യോഹന്നാൻ വേദനിക്കുന്നുണ്ട്. ഈ സമയത്ത് ആകെ ദേഷ്യം വന്നിരിക്കുന്ന ശിവനാണെങ്കിൽ ഡെയ്സിയും കൊണ്ട് പിടിച്ചെണീപ്പിച്ചിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ നീ കളിക്കുന്ന കളി ഉണ്ടല്ലോ, നിൻ്റെ വീട്ടുകാരെയും ചേർത്തുകൊണ്ട് എന്നെ മോശക്കാരനാക്കാനുള്ള നിൻ്റെ ഈ കളി, അത് നിനക്ക് ആപത്താണ്, ഓർമ്മിച്ചോ എന്നിങ്ങനെ പറഞ്ഞിട്ട് മുണ്ടൊക്കെ മടക്കി കുത്തി ശിവനാണെങ്കിൽ അവിടെ നിന്ന് ദേഷ്യത്തോടെ ഇറങ്ങി പോകുന്നുണ്ട്. ഡെയ്സി അത് നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് മോളെ പിടിക്കുന്നിങ്ങനെ എൽസമ്മ പറയുമ്പോൾ രണ്ടുപേരും കൂടി പിടിച്ചെണീപ്പിച്ചിരുത്തുന്നുണ്ട് യോഹന്നാനെ. പക്ഷേ ആ ഒരു കൈക്ക് എന്തോ പരിക്ക് പറ്റിയിട്ടുണ്ട്, ഇങ്ങനെ മടക്കി വെച്ചേക്കുന്നേ ഉള്ളൂ. ആകെ വേദന എടുത്ത് വിളിക്കുകയും ചെയ്യുന്നുണ്ട് യോഹന്നാനാണെങ്കിൽ. അതിനുശേഷം അവിടെ സത്യഭാമയുടെ കൂടെ ആണെങ്കിൽ പപ്പി കിടന്ന് ഉറങ്ങുന്നുണ്ട്. ശാലിനി ആണെങ്കിൽ റൂമിൽ സത്യയോടൊപ്പം ഇരുന്ന ശേഷം സത്യ ഉറങ്ങുകയാണ്. കുറേ നേരം കുട്ടിയെ നോക്കിയിരുന്ന ശേഷം ഭാമയുടെ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം രണ്ടുപേരും നല്ല ഉറക്കത്തിലാണ്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, സത്യയാണെങ്കിൽ വിഷ്ണുവേട്ടൻ്റെ സ്നേഹം കുറച്ചു കാലം അകന്നു നിന്നെങ്കിലും അച്ഛനാണ് എന്നറിഞ്ഞ് സ്നേഹം കിട്ടി വളർന്നതാണ്. പക്ഷേ പപ്പി അങ്ങനെയല്ലല്ലോ, വിഷ്ണുവേട്ടനെ അറിയാമായിരുന്നെങ്കിലും പപ്പിക്ക് അറിയില്ലായിരുന്നല്ലോ. അപ്പോൾ അറിഞ്ഞു വന്നപ്പോൾ അച്ഛനെ കാണാനായിട്ട് അവൾക്കും കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ പിന്നെ അവളോട് ഞാനങ്ങനെ ദേഷ്യപ്പെടാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് കട്ടിലേക്ക് ഇരുന്നിട്ട് ഈ അമ്മയ്ക്ക് മാപ്പ് തരണം, മോളോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, എല്ലാം സഹിക്കാനുള്ള ശക്തി അമ്മയ്ക്ക് കുറഞ്ഞത് കൊണ്ടാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പപ്പിയുടെ കാലിലേക്ക് ഇങ്ങനെ പിടിക്കുകയാണ്. അപ്പോൾ ഈ ചെറിയാനൊക്കെ കണ്ടുകൊണ്ട് ഭാമ ഇങ്ങനെ ഉണരുന്നുണ്ട്. അന്നേരം ശാലിനിയെ കാണുന്നുണ്ട്. അതിൻ്റെ മോളെ ഒരുപാട് സമയമായോ ചോദിക്കുമ്പോൾ ഇല്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഭാമ എഴുന്നേറ്റ് കട്ടിലേക്ക് ഇരിക്കുന്നുണ്ട്. ശാലിനി അങ്ങ് എഴുന്നേൽക്കുകയാണ്. അന്നേരം പപ്പി ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് അച്ഛനെ കാണണം, അച്ഛ എവിടെയാണെന്നിങ്ങനെ ഉറക്കത്തിലേക്കൂട്ടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്നേരം കേട്ടില്ലേ പറയുന്നത്, എപ്പോഴും നേരത്തെ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പിന്നെ ഈ വിഷ്ണു അവനിത് എവിടെ പോയി മറഞ്ഞിരിക്കുകയാണ്, എൻ്റെ കാര്യം പോട്ടെ, നിന്നെയും മക്കളെയും ആരെ ഏൽപ്പിച്ചിട്ടാണ് അവൻ പോയിരിക്കുന്നത്, എന്നെ ചതിച്ചത് കുറച്ച് പണമാണെന്ന് വെച്ച് സഹിക്കാം, പക്ഷെ നിങ്ങളെ അത് സഹിക്കാനായിട്ട് കഴിയില്ലല്ലോ, ഇങ്ങനെ ഏത് പാപനാശിനിയിൽ മുങ്ങി കുളിച്ചാലാണ് അവൻ്റെ ഈ പാപമൊക്കെ തീരുക, ഈ അമ്മയുടെ പ്രാക്ക് പിന്നെ ശാപത്തിൽ നിന്നും അവൻ ഒരിക്കലും രക്ഷപ്പെടാനായിട്ട് പോകുന്നില്ല, മുമ്പ് പറയുന്നത് പോലെയല്ല, കുട്ടികളെ അവന് അച്ഛനെ കാണിച്ചു കൊടുത്തേ പറ്റൂ എന്ന് പറയുമ്പോൾ എല്ലാം അറിയാവുന്ന സത്യാമ്മ തന്നെയാണ് ഈ പറയുന്നതെന്നൊക്കെ ശാലിനി ചോദിക്കുന്നുണ്ട്. അല്ലാതെ പിന്നെ ഞാൻ എന്ത് പറയാനാണ്, ഇവൻ ഇങ്ങനെ ഒരു ഒളിച്ചോട്ടമുണ്ടോ, ഇവൻ ഇങ്ങനെ എല്ലാത്തിൽ നിന്ന് രക്ഷപ്പെട്ട് എവിടെയാണ് പോയിരിക്കുന്നത്, പ്രാകാതിരിക്കാനായിട്ട് ഞാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ കഴിയുന്നില്ല, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശവം പോലും അവനെ കാണിക്കരുത്, അവൻ അത്രയ്ക്ക് ഞാൻ വെറുത്തു പോയി എന്നിങ്ങനെ പറഞ്ഞിട്ട് ഭാമ മുറിയിൽ നിന്ന് പോവുകയാണ്. അന്നേരം ശാലിനി ആണെങ്കിൽ ഇങ്ങനെ ആകെ വിഷമിച്ച് കുട്ടിയുടെ അടുത്തേക്ക് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് സങ്കട കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഉള്ളിലേക്ക് ഒതുക്കാൻ ശാലിനി ശ്രമിക്കുകയാണ്. അന്നേരവും പപ്പി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അച്ഛനെ കാണണം അച്ഛ എന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഭാമ അവിടെ പറയുന്നുണ്ട്, പറഞ്ഞു പറ്റിക്കുന്നത് പോലെയല്ല, ഉടനെ വിഷ്ണുവിനെ കാണിച്ചു കൊടുക്കണമെന്നുള്ളത്. തുടർന്ന് അവിടെ യോഹന്നാൻ്റെ വീട്ടിൽ രാവിലെ ഇങ്ങനെ എൽസമ്മ ചായ കൊണ്ട് കൊടുക്കുന്നുണ്ട് യോഹന്നാൻ. അന്നേരം ഒരു കൈ ഇങ്ങനെ ബാൻഡേജ് ഇല്ല, ബാഗിലേക്ക് ഇങ്ങനെ വെച്ചിങ്ങനെ വച്ചിരിക്കുകയാണ്. അന്നേരം പിന്നെ എൽസമ്മ പറയുന്നുണ്ട്, ഇപ്പോൾ ഡേവിസും ആൻ്റണിയും പെരുന്നാളിന് പോയിട്ട് ഇപ്പോൾ വരുന്നല്ലേ പോയതാണ്, അപ്പോൾ അവരോട് ഇതൊന്നും പറയാനായിട്ട് നിൽക്കണ്ട എന്ന് പറയുകയാണ്. അന്നേരം പറയാതെ പിന്നെ ഇങ്ങനെ അപ്പൻ ഇരിക്കുന്നത് പോലെ അവനും വീണ് കിടക്കണം ആശുപത്രിയിൽ, എന്നാലേ അവൻ പഠിക്കത്തുള്ളൂ എന്നും പറഞ്ഞ് ഡെയ്സി ശിവനോട് ദേഷ്യം പോലെ സംസാരിക്കുകയാണ്. അന്നേരം അവൻ അതൊന്നും ഏൽക്കത്തില്ല, അവൻ അതിനുള്ള ബുദ്ധിയും തന്ത്രവും ഒക്കെ
ശക്തിയുണ്ട്. നിൻ്റെ ആങ്ങളെ ആൻ്റണി ആണെങ്കിൽ വെറുതെ പുറപ്പെടും. അവൻ ചെന്നാൽ ഇതുപോലെ അപ്പൻ്റെ ഇപ്പുറത്തൊരു കട്ടിലിൽ അവനെ ഇരുത്താനേ പറ്റത്തുള്ളൂ. ബുദ്ധി കൊണ്ട് പിന്നെ ശക്തി കൊണ്ട് എന്തായാലും അവനെ നേരിടാനായിട്ട് നിങ്ങളെ കൊണ്ട് അപ്പനെയും മോനെയും കൊണ്ട് പറ്റില്ല. അല്ലെങ്കിൽ ബുദ്ധി കൊണ്ട് നേരിടണം. അതാണെങ്കിൽ ഇവർക്കിട്ടില്ല താനും എന്നിങ്ങനെ എൽസമ്മ പറയുമ്പോൾ പിന്നെ യോഹന്നാന് ദേഷ്യം വരികയാണ്. അന്നേരം എൽസമ്മോ എന്നിങ്ങനെ വിളിക്കുന്നുണ്ട് യോഹന്നാനാണെങ്കിൽ. ഈ സമയത്ത് ആൻ്റണിയും ഡേവിസും കൂടി ഇവിടെ കാറിൽ വരുന്നുണ്ട്. അവർ ആ പെരുന്നാളിൻ്റെ കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ട് ഇനി കയറി വരുമ്പോഴാണ് യോഹന്നാൻ ഇങ്ങനെ ആ ബാഗൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കാണുന്നുണ്ട്. അന്നേരം അപ്പ എന്ത് പറ്റിയെന്നും പറഞ്ഞ് ഓടി ചെല്ലുകയാണ്. അന്നേരം ഒന്ന് വീണതാടാന്ന് പറയുമ്പോൾ എൽസമ്മ പറയുന്നുണ്ട് മുറ്റത്ത് ഒരു ഉളുക്കാണെന്ന് പറയുന്നുണ്ട്. അന്നേരം മുറ്റത്തൊന്ന് വീണതാണെന്ന് പറയുമ്പോൾ ഒരാളങ്ങനെ തനിയെ വീടില്ലല്ലോ എന്നിങ്ങനെ ഡേവിസും ആൻ്റണിയും ചോദിക്കുകയാണ്. അന്നേരം അതൊന്നും അല്ല കാര്യം, ഇന്നലെ ശിവൻ ഇവിടെ വന്നിരുന്നു, മനഃപൂർവ്വം തള്ളിയിട്ടതാണ് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം നീ എന്താ ഉണ്ടായതെന്ന് ആൻ്റണി ചോദിക്കുമ്പോൾ അവന് ആകെ പകയാണ്, വൈരാഗ്യമാണ്, നമ്മളോട് നമ്മുടെ കുടുംബക്കാരോട് എല്ലാത്തോടും പുറത്തെടുക്കുകയാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഇതങ്ങനെ വിട്ടാനായിട്ട് സാധിക്കില്ല. പിന്നെ ഇതിൻ്റെ വേദന അവൻ കൂടി അറിയണം. ഡേവിസ് നീ ഇവിടെ ഉണ്ടാകണം. എന്തെങ്കിലും പറ്റിയാൽ എന്തെങ്കിലും അപ്പൻ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഞാൻ അവനെ ഒന്ന് കണ്ടിട്ട് വരാം. അവൻ ഈ കാണിച്ച തന്തയില്ലായ്മയ്ക്ക് അവനൊരു പണി കൊടുത്തിട്ടേ ഞാൻ വരത്തുള്ളൂ എന്ന് പറയുമ്പോൾ എൽസമ്മ മോനെ പോവല്ലേ എന്നൊക്കെ പറയുമ്പോൾ പക്ഷേ ആൻ്റണി അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ യോഹന്നാൻ പിടിച്ചു നിർത്തുന്നുണ്ട്. അന്നേരം പെരുമ്പറ കൊട്ടി പുലിമടയിലേക്ക് ചെന്ന് കയറുകയല്ല വേണ്ടത്, അവനെ ഒതുക്കാനുള്ള അവസര കർത്താവായിട്ട് നമ്മുടെ മുന്നിൽ ഇട്ട് തരിക തന്നെ ചെയ്യും. കർത്താവിനെ ചതിച്ച യൂദാസിൻ്റെ കഥ നിനക്കറിയില്ലേ? കർത്താവ് മൂന്നാം നാളിൽ എഴുന്നേറ്റുവെങ്കിൽ അവൻ എഴുന്നേൽക്കാനായിട്ട് പാടില്ല. അങ്ങനെയുള്ളൊരു പണി അവന് കൊടുക്കണം, അത് മുന്നിലുണ്ട് എന്നിങ്ങനെ യോഹന്നാൻ പറയുമ്പോൾ പിന്നെ ആൻ്റണി അത് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഡെയ്സി ഇങ്ങനെ ആകെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ വീണ്ടും ശിവന് നേരെ ആദ്യം ഒരു ദേഷ്യത്തിലൊക്കെ പറഞ്ഞെങ്കിലും ശിവന് വീണ്ടും അവരെ ഇല്ലാതാക്കി കളയുമോ എന്നുള്ളൊരു ചിന്ത അവിടെ ഡെയ്സിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഇതേ സമയം അവിടെ സത്യയാണെങ്കിൽ യൂണിഫോമൊക്കെ ഇട്ട് വന്ന് ശാലിനിയാണെങ്കിൽ മുടിയൊക്കെ ഇങ്ങനെ പിന്നി കൊടുക്കുകയാണ്. അന്നേരം ഒരുപാട് സമയമായല്ലോ കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ നീ പറയുന്നത് പോലെയൊക്കെ പിന്നണമെങ്കിൽ ഒരുപാട് സമയം എടുക്കുമെന്നും പറഞ്ഞ് ശാലിനിയാണെങ്കിൽ സത്യയുടെ മുടി ഇങ്ങനെ റെഡിയാക്കി കൊടുക്കുമ്പോൾ പപ്പി ഇങ്ങനെ വന്ന് യൂണിഫോമൊക്കെ ഇട്ട് വന്നിട്ട് വാതിക്കെ നിൽക്കുകയാണ്. അന്നേരം എൻ്റെ മുടിയും കൂടി പിന്നി തരുമോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം മോളെന്താ അവിടെ നിൽക്കുന്ന, അകത്തേക്ക് വന്നിങ്ങനെ ശാലിനി വിളിക്കുന്നുണ്ട്. അന്നേരം അതിനെന്താ അമ്മ കെട്ടിത്തരാമല്ലോ, അമ്മയോടുള്ള പിണക്കമൊക്കെ മാറിയോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതൊക്കെ അപ്പോഴേ മാറി എന്ന് പറയുകയാണ്. അന്നേരം നമ്മൾ ഒരുപാട് സങ്കടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്, അതുകൊണ്ടാണ് അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് അമ്മ പറഞ്ഞത് ഇനി അങ്ങനെയൊന്നും പറയില്ല, മോള് ക്ഷമിക്കുമെന്ന് പറയുകയാണ്. അന്നേരം അച്ഛൻ എന്താ അമ്മ വരാത്തതെന്നിങ്ങനെ സത്യ ചോദിക്കുകയാണ്. അന്നേരം ഈ കുട്ടികൾ രണ്ടുപേരെയും ശാലിനി അങ്ങോട്ട് രണ്ട് കൈകളിലായിട്ട് ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അച്ഛൻ വരും, ഒരു ദിവസം വരും, നമുക്ക് സർപ്രൈസ് ഒരുക്കിക്കൊണ്ട് ഒരു ദിവസം വരും, അന്ന് നമ്മളെ പാർക്കിലും ബീച്ചിലും എല്ലായിടത്തും ഒക്കെ കൊണ്ടുപോകുമെന്നിങ്ങനെ പറയുമ്പോൾ ശരിക്കും എന്നിങ്ങനെ കുട്ടികൾ ചോദിക്കുമ്പോൾ അതേന്നിങ്ങനെ ശാലിനി തലയാട്ടുകയാണ്. അന്നേരം ശാലിനിയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വരുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേരെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് രണ്ടുപേരുടെയും നെറ്റിയിലേക്ക് മാറി മാറി ശാലിനി ഇങ്ങനെ മുത്തം കൊടുക്കുകയാണ്. എന്നിട്ട് ശാലിനിയുടെ കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ സങ്കടത്തിൽ ഇരിക്കുകയാണ്. പക്ഷേ അച്ഛൻ വരുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഈ കുട്ടികൾ ഇരിക്കുകയാണ്. ഇത്രയുമാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഇനി കുറേ ഒരു ഫാമയാണെങ്കിൽ ആ ജോത്സ്യനെ കാണാൻ പോയ വിശേഷങ്ങളൊക്കെ തിരക്കുന്നതൊക്കെ ഇനി അടുത്ത എപ്പിസോഡിലാണ്. അതൊക്കെ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.